ഒരു വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ ഈ ഒരു സ്ത്രീ കൊടുത്തിട്ടില്ല ആ ലേറ്റസ്റ്റ് വീഡിയോയ്ക്കകത്ത്. ഇവർ ചുമ്മാ വന്നിരുന്ന് ഇവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. ഇവർക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് മൊത്തം തെറി വിളിക്കുവാണ് ആൾക്കാർ എന്നാണ് ഇപ്പോൾ ഇവർ വന്ന് പറയുന്നത്. രേണുവിനെ കൊണ്ട് പറ്റുമെങ്കിൽ കിച്ചു പറഞ്ഞതിനെല്ലാം കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കും. നിങ്ങളെ കൊണ്ട് അത് സാധിക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും വെല്ലുവിളിക്കുക. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ രേണുവിന് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റും. ചോദിച്ച സമയത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിപ്പോയെന്നാണ് പറയുന്നത്. എന്തായാലും രേണു ഇത് സീരിയസ് ആയിട്ടാണോ കരയുന്നത്, തമാശയ്ക്കാണോ കരയുന്നത് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ എവിടെയും ഒരു ഭയങ്കര സീരിയസ് ആയിട്ടൊരു ഇമോഷണലി എന്താ പറയണ്ട ഭയങ്കര വീക്കായിട്ടിരിക്കുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് കണ്ടിട്ട്. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. നിങ്ങൾ തന്നെ എൻ്റെ മകനാണ്, എൻ്റെ സ്വന്തം മകനാണ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പയ്യനാണ് വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആരും ഉണ്ടാക്കി പറഞ്ഞതല്ല. അതിന് രേണു ഇതുവരെ മറുപടി കൊടുക്കുന്നില്ല. രേണു ഇവിടെ സ്റ്റിൽ പറയുന്നത് എന്താ, കമൻസിനെ പറ്റിയിട്ടാണ് പറയണത്. അതായത് ഈ സ്ത്രീ വീണ്ടും ഒളിച്ചോടുവാണ്, വീണ്ടും ഒരു നാടകം അങ്ങ് ഇറക്കുവാണ്. പബ്ലിക്കിൻ്റെ മുന്നിൽ ആത്മഹത്യ പിന്നെ കരച്ചിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ വിവരദോഷികൾ എന്ത് ചെയ്യും, അയ്യോ പാവം ആ കൊച്ചിനെ നമ്മളെല്ലാവരും കൂടെ ജീവിതം നശിപ്പിക്കുന്നു, ആ കണ്ടില്ലേ അവൾ വന്നിരുന്ന് കരയുന്നത്, എന്തിനാ അതിനെ ദ്രോഹിക്കുന്നത്, ഈ ഒരു സാധനം വരും, മനസ്സിലായ പിന്നെയും സപ്പോർട്ട് ചെയ്യലും. ഇതാണ് രേണുവിൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല വേറെ ഒന്നുമല്ല. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളവർക്ക് വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവൾ കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം. കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. സോ അതുകൊണ്ട് രേണുവിനെ കൊണ്ട് പറ്റുമെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇനിയെങ്കിലും ആ ഒരു പയ്യൻ്റെയൊക്കെ കൂടെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്താൻ, അങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ ചെയ്തു പോയ പാപം മാറുമെങ്കിൽ മാറും.